നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിയ ഇടതുപക്ഷത്തിന്റെ പരാജയം പലതരത്തിൽ ചർച്ചയാകുമ്പോൾ മലപ്പുറത്തെ 2 മണ്ഡലങ്ങളിൽ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. എക്കാലത്തും മുസ്ലിം ലീഗുമായി ചേർന്ന് നിന്ന മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലീഗുമായി ഇടഞ്ഞതും ഈ സാധ്യത ലീഗിനെതിരായ വോട്ടാക്കി മാറ്റി നേട്ടമുണ്ടാക്കുവാൻ CPM നടത്തിയ ശ്രമങ്ങളും പാളിപ്പോയതുകൂടിയാണത്. മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയപ്പോൾ 2 ഇടങ്ങളിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് സമസ്തയുടെ ഇടതു ചായ്വിലൂടെ 70,000 വോട്ടുകളെങ്കിലും അധികമായി കിട്ടുമെന്നായിരുന്നു കണക്കുകൾ. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ വരെ ഇവർ പ്രചരിപ്പിച്ചു. ലീഗിൻ്റെ വഞ്ചനയ്ക്ക് സമസ്ത പ്രവർത്തകരും കുടുംബാംഗങ്ങളും തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നായിരുന്നു പ്രധാന പ്രചരണം. പക്ഷേ ഫലം വന്നപ്പോൾ ലീഗിനെ തൊടാൻ പോയിട്ട് പേടിപ്പിക്കുവാൻ പോലും സമസ്തയ്ക്ക് കഴിഞ്ഞില്ലെന്ന് വേണം അനുമാനിക്കുവാൻ. മലപ്പുറത്തെയും പൊന്നാനിയിലെയും ലീഗ് സ്ഥാനാർത്ഥികളുടെ വൻ വിജയം സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗത്തിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. CPM ബന്ധത്തെ ചൊല്ലി ഉടലെടുത്ത സമസ്ത ലീഗ് തർക്കം തെരഞ്ഞെടുപ്പിൽ ലീഗിനെ വോട്ട് ചോർച്ചയുണ്ടാക്കുമെന്ന് ചിലരെങ്കിലും കരുതിയിരുന്നു. ഇരു മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ അത് സമസ്ത ഫാക്ടർ ആണെന്ന വ്യാഖ്യാനവുമുണ്ടായി. എന്നാൽ പകുതി വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ UDF പ്രതീക്ഷിച്ചതിലും ഇരട്ടി ഭൂരിപക്ഷത്തിലേക്കാണ് ലീഗ് സ്ഥാനാർത്ഥികൾ എന്ന് വ്യക്തമായിരുന്നു. മുൻ ലീഗ് നേതാവ് KS ഹംസയെ CPM സ്ഥാനാർത്ഥിയാക്കിയതു മുതൽ പൊന്നാനിയിൽ സമസ്ത ലീഗ് തർക്കം ചർച്ചയായിരുന്നു. വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് സമസ്ത മുഷാവറാംഗം മുക്കം ഉമ്മർ ഫൈസി ലീഗിനെതിരെ ശക്തമായി രംഗത്തു വന്നു. ലീഗിനിക്കുറി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകണമെന്ന് ഒരു വിഭാഗം സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും പ്രചരിപ്പിച്ചു. ടീം സമസ്ത എന്ന പേരിൽ അവർ ഹംസയുടെ വിജയത്തിനായി രംഗത്തിറങ്ങി. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിയതും സിറ്റിംഗ് MPമാരുടെ മണ്ഡലം മാറ്റവും പൗരത്വ നിയമ ഭേദഗതിയുമൊക്കെ ചർച്ചയാക്കി. സമസ്ത ഉൾപ്പെടെ ലീഗിനെ വോട്ട് ചെയ്യുന്നവർ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് ഹംസയും പറഞ്ഞു. എന്നാൽ വിമതർക്കെതിരെ ലീഗ് നേതൃത്വമെടുത്ത മുൻകരുതൽ നടപടികൾ പാർട്ടിയെ തുണച്ചെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. പൊന്നാനിയിലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ET മുഹമ്മദ് ബഷീർ നേടിയത് 1,93,273 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. ഇത്തവണ സമസ്തയുടെ ഭീഷണി കൂടി വന്നിട്ടും പൊന്നാനിയിൽ മത്സരിച്ച അബ്ദുസമദ് സമദാനിയുടെ ഭൂരിപക്ഷം 2,30,760 ഉയർന്നു. മലപ്പുറത്താകട്ടെ 2019 മത്സരിച്ച PK കുഞ്ഞാലിക്കുട്ടി നേടിയത് 2,60,153 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ ഇത്തവണ മത്സരിച്ച ET മുഹമ്മദ് ബഷീറിൻ്റെ ലീഡ് 3,01,118 ഉയർന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി ഭീഷണി സൃഷ്ടിക്കുമെന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് വൻ മുന്നേറ്റമാണ് എല്ലാറ്റിനെയും അതിജീവിച്ച് ലീഗ് സ്വന്തമാക്കിയത്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിനെതിരെ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും പൊന്നാനിയിൽ സമദാനിക്കെതിരെ നേരത്തെ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ സംസ്ഥാന സമിതി അംഗം KS ഹംസയുമാണ് മത്സരിച്ചത്. ഹംസയ്ക്ക് സംസ്ഥാന നേതാക്കളുമായുള്ള ബന്ധം LDFനെ തുണയ്ക്കുമെന്ന് കരുതപ്പെട്ടെങ്കിലും അതുണ്ടായില്ലെന്ന് മാത്രമല്ല ലീഗിൻ്റെ ഭൂരിപക്ഷത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. സമസ്തയുടെ എതിർപ്പ് നിലനിന്നപ്പോഴും മലപ്പുറത്തെ 2 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം വർദ്ധിച്ചതോടെ ഇനി സമസ്ത അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് ലീഗിൻ്റെ നിലപാട്. മലപ്പുറത്തിനപ്പുറം മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും UDFൻ്റെ ലീഡ് വർദ്ധിപ്പിക്കുവാനും പാർട്ടിക്ക് സാധിച്ചു. പണ്ഡിത സഭ എന്ന നിലയിൽ സമ്മർദ്ദ ശക്തിയായി നിലനിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ലീഗിനോട് ഇടഞ്ഞ് പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അതുകൊണ്ട് കാര്യമായ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതോടെ സമസ്തയുടെ ശക്തിയും സ്വാധീനവും ചോദ്യം ചെയ്യപ്പെടുവാനും ഈ ഫലം ഇടയൊരുക്കും. സമസ്തയുടെ ശക്തി കേന്ദ്രങ്ങളായ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും സമസ്ത ലീഗ് തർക്കം തെരഞ്ഞെടുപ്പിൽ അല്പം പോലും പ്രതിഫലിച്ചില്ല. ഇതോടെ സമസ്ത നേതൃത്വത്തിലെ ചിലരുടെ പിന്തുണയോടെ താക്കോൽ സ്ഥാനങ്ങളിലിരിക്കുന്ന ചുരുക്കം ചില യുവ നേതാക്കൾ മാത്രമാണ് CPM അനുകൂല നീക്കങ്ങൾക്ക് പിന്നിലെന്ന ലീഗ് വാദം ശരിയാണെന്ന് വന്നു. ഇവർക്കെതിരെ പാർട്ടി ഇനി കടുത്ത നിലപാടിലേക്ക് പോകുവാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.